ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തേ നമഃ. യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ നരേന്ദ്രൻ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സഭയുടെ സെക്രട്ടറി ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികൾ, സഭയുടെ രജിസ്ട്രാർ ശ്രീ KT സുകുമാരൻ, ചീഫ് കോർഡിനേറ്റർ ശ്രീ ചന്ദ്രൻ പുളിങ്കുന്ന്, സഭയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രസന്നകുമാർ, സെക്രട്ടറി ശ്രീ സുരേഷ് ഉൾപ്പെടെ ശ്രീ സലീം ഉൾപ്പെടെയുള്ള സഭയുടെ ജില്ലാ മണ്ഡലം യൂണിറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, SNDP ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളെ, സ്നേഹസമ്പന്നരായ സ്നേഹനിധികളായ അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹനിർഭരമായ പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശിവഗിരി ശാരദാ പ്രതിഷ്ഠയുടെ 114ാമത് വാർഷിക ആഘോഷം നടക്കുന്ന സന്ദർഭത്തിലാണ് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്തുകൾ സംഘടിപ്പിച്ച് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മണ്ഡലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ധർമ്മമീമാംസ പരിഷത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. പള്ളാത്തുരുത്ത് ധർമ്മമീമാംസ പരിഷത്തിൽ നാം നിൽക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പുണ്യ സങ്കേതത്തിലാണ് നാം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ 24ാമത് വാർഷിക ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗുരു നൽകിയ സന്ദേശത്തിൻ്റെ സ്മരണകളുടെ മുമ്പിൽ ശതാബ്ദി സ്മരണയുടെ നിറവിലാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശങ്ങളും സ്മരണകളുമെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം, ഗുരു നൽകുന്ന സന്ദേശം മനുഷ്യൻ നന്നാകണം എന്നുള്ളതാണ്. പള്ളാത്തുരുത്തി സന്ദേശത്തിൻ്റെ സാരാംശം സംഘടനയിലൂടെ എല്ലാവരെയും ഒന്നിപ്പിക്കുവാനും എല്ലാവരെയും നന്നാക്കുവാനും ഒന്നാക്കുവാനും ഉതകുമാറുള്ള അവസ്ഥാവിശേഷം സംജാതമാകണം എന്നുള്ള വലിയ ഒരു സങ്കല്പമായിരുന്നു ശ്രീനാരായണ ഗുരുദേവനുണ്ടായിരുന്നത് എന്ന് കാണുവാൻ കഴിയും. ഗുരുവിൻ്റെ ജീവിതവും ദർശനവും അതുതന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. സത്യദർശിയായ ഈശ്വരദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ സാമൂഹിക നവോത്ഥാന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നിർവഹിച്ചതിന് ശേഷം ഗുരുദേവൻ ആ പാറപ്പുറത്ത് എഴുതി വച്ച സന്ദേശവും ഇതുതന്നെയാണ്. സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നാണ് ഗുരു അവിടെ ആലേഖനം ചെയ്തത്. എല്ലാവരും എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകൾക്കും അതീതമായി സാഗോദരതുല്യം വാണരുളുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് 138 വർഷങ്ങൾക്ക് മുമ്പ്
അരുവിപ്പുറം പ്രതിഷ്ഠാനന്തരം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിവെച്ച സന്ദേശത്തിൽ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 1888 മുതൽ ഗുരുദേവൻ മഹാസമാധിസ്ഥനാകുന്ന 1928 വരെയുള്ള ഗുരുവിൻ്റെ ജീവിതവും ഗുരുവിൻ്റെ ഉത്ബോധനങ്ങളും ഗുരുവിൻ്റെ ഉപദേശങ്ങളുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടിയാകണം എന്നുള്ളതാണ്. നാം എല്ലാവരും മനുഷ്യരല്ലേ? നാം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരൂപേണേ മൃഗാശരന്തി എന്ന് പറയുന്നത് പോലെ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളായിട്ടാണ് നാം ഓരോരുത്തരെയും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. മൃഗങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും മാറ്റിക്കൊണ്ട് മാനുഷിക മൂല്യങ്ങളെയും ജീവിത മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നത്. കാലാകാലങ്ങളിൽ നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ, ഗുരുദേവൻ കർമ്മകാണ്ഡത്തിലൂടെ നമ്മെ പഠിപ്പിച്ച ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രപ്രതിഷ്ഠകൾ, അതോടനുബന്ധമായി ഗുരുദേവൻ ഗുരുവിൻ്റെ തൃക്കൈകളാൽ രചിച്ചിട്ടുള്ള കൃതികൾ ഒക്കെ നമ്മെ നയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടിയാണ്. വിവേകവും വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ, ആത്യന്തികമായ ജീവിത ലക്ഷ്യം അനർത്ഥമാക്കുന്നതിലൂടെ മാത്രമേ, അത് സ്വായത്തമാക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യജീവിതം അർത്ഥപൂർണമാകുകയുള്ളൂ, അർത്ഥസമ്പുഷ്ടമാകുകയുള്ളൂ എന്ന് സത്യദർശിയായ ഈശ്വരദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലിയിലൂടെ, ജീവിത പന്ഥാവിലൂടെ പോകുവാൻ നമുക്ക് കഴിയണം എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വിവിധ രൂപത്തിലും ഭാവത്തിലും സങ്കല്പത്തിലുമുള്ള, അല്ലെങ്കിൽ കാമക്രോധ മോഹ ലോപാദികളാകുന്ന വികാരങ്ങൾ കൊണ്ട് കലുഷിതമാണ് മനുഷ്യ മനസ്സ്. കാമക്രോധ മോഹ ലോപാദികളാകുന്ന വികാരങ്ങൾ കൊണ്ട് കലുഷിതമായിരിക്കുന്ന മനുഷ്യ മനസ്സിനെ നിർമ്മലമാക്കുവാൻ നമുക്ക് കഴിയണം. അതിനെ പരിശുദ്ധമാക്കുവാൻ കഴിയണം. അങ്ങനെ പരിശുദ്ധമായ മനസ്സിൻ്റെയും പരിശുദ്ധമായ ഹൃദയത്തിൻ്റെയും വക്താക്കളായി മാറുവാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ സാഗോദരതുല്യം വാണരുളുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് കാമക്രോധ മോഹ ലോപാദികളാകുന്ന നമ്മുടെ വികാരങ്ങളെയെല്ലാം നിയന്ത്രിക്കപ്പെടുന്നതിന്, കേന്ദ്രീകരിക്കപ്പെടുന്നതിന് ഈശ്വരചിന്തയിൽ അധിഷ്ഠിതമായ, ഈശ്വരസ്മരണയിൽ അധിഷ്ഠിതമായ ജീവിതമുണ്ടാകണമെന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹത്തായ SNDP യോഗത്തിൻ്റെ 5ാമത് വാർഷിക സമ്മേളനം 1908 കൊല്ലത്ത് വെച്ച് നടന്നപ്പോൾ ആ സമ്മേളനത്തിന് ഒരു സന്ദേശം ആവശ്യപ്പെട്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സന്ദേശം എല്ലാ ഹൃദയങ്ങളിലും, എല്ലാ ഭവനങ്ങളിലും ഈശ്വരവിശ്വാസം എത്തിക്കണം എന്നുള്ളതായിരുന്നു. എല്ലാ ഹൃദയങ്ങളിലും, എല്ലാ ഭവനങ്ങളിലും ഈശ്വരവിശ്വാസം എത്തിക്കണം എന്നുള്ളതായിരുന്നു 1908 നടന്ന SNDP യോഗത്തിൻ്റെ 5ാമത് വാർഷിക സമ്മേളനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സന്ദേശത്തിൽ അടിവരയിട്ട് സൂചിപ്പിച്ചത്. ഈശ്വര ചിന്തയിലും ഈശ്വരസ്മരണയിലും അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും
നമ്മുടെ വികാരങ്ങളെയും എല്ലാം നിർമ്മലമാക്കുവാനും പരിശുദ്ധമാക്കുവാനും കഴിയുകയുള്ളൂവെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശിവഗിരി മഠം നേതൃത്വം കൊടുക്കുന്ന പ്രചരണ വിഭാഗമായ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പ്രാധാന്യത്തോടുകൂടി എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഈശ്വരവിശ്വാസം എത്തിക്കുക എന്ന വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഭ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ, ഈശ്വര സ്മരണയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ സ്നേഹസമ്പൂർണമായ സാഹോദര്യപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സഭയുടെ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുള്ള പ്രവർത്തനത്തിലൂടെ കഴിയും എന്നുള്ളതാണ്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ ദൃഢീകരിക്കുവാനും ഏത് മാർഗത്തിലൂടെ ചരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച ശ്രീനാരായണ ധർമ്മത്തിലൂന്നിയ പ്രവർത്തനത്തിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ചർച്ചകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കും വേദിയൊരുക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്തിലൂടെ സഭ മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ ലക്ഷ്യം എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും നിയന്ത്രിക്കപ്പെടുന്നതിന് ഈശ്വര ചിന്തയിലും ഈശ്വര സ്മരണയിലും അധിഷ്ഠിതമായ ജീവിതത്തോടൊപ്പം നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ പൊതുജീവിതത്തെയും എല്ലാം നേർവഴിക്ക് നയിക്കുവാൻ ദിശാബോധമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ അതിനനുസൃതമായ ജീവിതശൈലി ഉണ്ടാകണം എന്ന് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 1904 നൽകിയ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായി ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. 1904 നൽകിയ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്, നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ്. ആരും ഒരിക്കലും ദുഃഖത്തെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സുഖപൂർണമായ, ഐശ്വര്യപൂർണമായ, ആനന്ദപൂർണമായ ഒരു ജീവിതം ലഭ്യമാകണമെങ്കിൽ, അത്തരത്തിലൊരു ജീവിതം സ്വായക്തമാകണമെങ്കിൽ അതിനനുസൃതമായ ജീവിതത്തിലൂടെ നാം പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് സദാചാരബോധത്തിലും ധർമ്മനിഷ്ഠയിലും അധിഷ്ഠിതമായ ജീവിതമാണ് സമൂഹത്തിനുണ്ടാകേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് സദാചാരബോധത്തിലും ധർമ്മനിഷ്ഠയിലും അധിഷ്ഠിതമായ ജീവിതമുണ്ടാകണം. സമൂഹത്തെ സദാചാരബോധത്തിലേക്ക്, ധർമ്മനിഷ്ഠയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ആരാധനാലയങ്ങൾ ഉപയുക്തമായി കണ്ടുവരുന്നു. അതുകൊണ്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ആരാധനാലയങ്ങൾ, ദേവാലയങ്ങൾ, സഭകൾ, സംഘടനകൾ, ആശ്രമങ്ങൾ എന്നിവ ഉണ്ടാക്കണം എന്നായിരുന്നു 1904 ഗുരു പുറപ്പെടുവിച്ച സന്ദേശത്തിൽ അടിവരയിട്ട് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആരാധനാലയത്തിലൂടെ, ദേവാലയത്തിലൂടെ, സഭകളിലൂടെ, സംഘടനകളിലൂടെയെല്ലാം സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്, സമൂഹത്തെ ഉത്ബോധിപ്പിക്കേണ്ടത് സദാചാരത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സദാചാരബോധത്തെക്കുറിച്ചും ധർമ്മനിഷ്ഠയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യപ്പെടുവാനും ചർച്ചയിലൂടെ, ചിന്തയിലൂടെ ഉരുത്തിരിയുന്ന മഹത്തായ ഉത്ബോധനങ്ങളെ, ഉപദേശങ്ങളെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി ജീവിതത്തിൽ പകർത്തി മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്തിലൂടെ നാം നേടേണ്ടത്. ഓരോ പരിഷത്തുകൾ കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ
കാണപ്പെട്ട ദൈവമായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ച മഹത്തായ ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ നമുക്ക് എത്രമാത്രം സ്വാംശീകരിക്കുവാൻ കഴിഞ്ഞു, അതെത്രമാത്രം ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞു, അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള ആത്മപരിശോധനയുടെയും ആത്മവിചിന്തനത്തിൻ്റെയും സന്ദർഭമാണ് വർഷം തോറും നടക്കുന്ന ധർമ്മമീമാംസ പരിഷത്തിലൂടെ നേടേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശാരദാ പ്രതിഷ്ഠയുടെ കനക ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ്, കനക ജൂബിലി സ്മാരകമായിട്ടാണ് ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്ത് ശിവഗിരിയിൽ സമാരംഭിക്കപ്പെട്ടിട്ടുള്ളത്. 44ാമത് ധർമ്മമീമാംസ പരിഷത്തിലെത്തി നിൽക്കുമ്പോൾ ശ്രീനാരായണ ധർമ്മ പ്രചാരണ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ മുന്നേറ്റങ്ങൾ കൈവരിക്കുവാൻ, ഒട്ടേറെ പ്രചാരണ പ്രവർത്തനത്തിന് ഒട്ടേറെ സ്വാധീനങ്ങൾ ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്വാധീനത്തിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുധർമ്മ പ്രചാരണ സഭയിലൂടെ ആണ് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ ആ മഹത്തായ സന്ദേശം അന്വർത്ഥമാക്കുവാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ സഭാ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മത്തെ സംബന്ധിച്ചുള്ള, ശ്രീനാരായണ ദർശനത്തെ സംബന്ധിച്ചുള്ള, ഗുരുവിൻ്റെ ഉത്ബോധനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കും വേദിയൊരുക്കേണ്ട അനിവാര്യമായ ഒരു വർത്തമാന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനിവിടെ പറഞ്ഞു, സദാചാരത്തെക്കുറിച്ചും സദാചാരബോധവും ധർമ്മനിഷ്ഠയുമാണ് സമൂഹത്തിന് ഉണ്ടാകേണ്ടത് എന്ന് ഗുരു 904 നൽകിയ സന്ദേശത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ആ സദാചാര സങ്കല്പം എത്രമാത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, അത് വളരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് നാം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്ന് ദൃശ്യമാധ്യമങ്ങളുടെ, വാർത്താ മാധ്യമങ്ങളുടെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് വളരുന്ന തലമുറ സദാചാരത്തിൻ്റെ പേരിൽ സദാചാര പോലീസും സദാചാര ഗുണ്ടായിസവും നടത്തുന്ന ഒരു വർത്തമാന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സദാചാരം എന്ത് എന്നറിയാതെ സദാചാര പോലീസും സദാചാര ഗുണ്ടായിസവും നടത്തുന്ന വളരുന്ന തലമുറയെ മാറ്റിയെടുക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സദാചാര സങ്കല്പം നാം അന്വർത്ഥമാക്കേണ്ടതുണ്ട്. എന്താണ് സദാചാരമെന്ന് വളരെ ലളിതമായി മധുരമായി സദാചാരമെന്ന കൃതിയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് കൊച്ചുകുഞ്ഞിനും വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിലാണ് സദാചാരമെന്ന കൃതി ഗുരുദേവൻ രചിച്ചിട്ടുള്ളത്. സദാചാരമെന്ന കൃതിയിലൂടെ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനഃശുദ്ധിയാണ്, നമ്മുടെ ഹൃദയശുദ്ധിയാണ്, നമ്മുടെ കർമ്മശുദ്ധിയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതശുദ്ധിയിലേക്കാണ് സദാചാരം വിരൽ ചൂണ്ടുന്നത് എന്ന് കാണുവാൻ കഴിയും. സദാചാരം എന്ന കൃതിയിലെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരുദേവൻ പറയുന്നത്, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നു ഉത്തമം എന്നാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. നമുക്കോ ഈ സമൂഹത്തിനോ ആരെങ്കിലും എപ്പോഴെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യം നാം മറക്കാനോ ശ്രമിക്കരുത് എന്നാണ് ഗുരു പറയുന്നത്. നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ, ചിന്തകൾ നമുക്ക് മാനസികപരമായി സന്തോഷത്തെ പ്രദാനം ചെയ്യും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മറക്കാനോ ശ്രമിക്കരുത്. നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. നമുക്കോ ഈ സമൂഹത്തിനോ
ആരെങ്കിലും എപ്പോഴെങ്കിലും ദുഃഖത്തെ വിഷമത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ മറന്നുകളയുന്നതാണ് ഉത്തമം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലളിതങ്ങളായ മധുരങ്ങളായ ഉപദേശങ്ങളാണ് സദാചാരത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കപ്പെടുക, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കപ്പെടുക, നമ്മുടെ പ്രവൃത്തിയെ ശുദ്ധീകരിക്കപ്പെടുക, മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളുടെ, ഗുരുദർശനത്തിൻ്റെ, ഗുരു സന്ദേശത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ നന്നാകണം, മനുഷ്യൻ ഒന്നാകണം എന്നുള്ളതാണ്. മനുഷ്യൻ നന്നാകണം, മനുഷ്യൻ ഒന്നാകണം എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നന്നാകുക എന്ന് വെച്ചാൽ നല്ല ആഹാരപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ശാരീരിക പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതല്ല. മാനസികപരമായി, ചിന്താപരമായി, ദൈഷ്ണികപരമായി നമുക്ക് നന്നാകുവാൻ കഴിയണം. ആ നന്നാകലിലൂടെ മാത്രമേ ഒന്നാകുവാൻ കഴിയുകയുള്ളൂ. ഒന്നാകുക എന്ന് വെച്ചാൽ, ഒന്നാകണമെങ്കിൽ എല്ലാവിധ വിഭാഗീയ ചിന്തകളെയും തൂത്തെറിഞ്ഞുകൊണ്ട് ഒന്നാകുവാനുള്ള അവസ്ഥാവിശേഷം സംജാതമാകണം. ആ അവസ്ഥാവിശേഷത്തിലേക്ക് ഗുരുവിൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ നുകർന്നുകൊണ്ട് ആ ഏകത്വബോധം ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഒന്നാകലിൻ്റെ പാത വെട്ടിത്തുറക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ശ്രീനാരായണ ദർശനത്തിലൂടെ, ഗുരു സന്ദേശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മാനസികപരമായും ചിന്താപരമായും ദൈഷ്ണികപരമായും ഉയർന്നുകൊണ്ട് ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിന് നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുരുപൂജ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഗുരുപൂജയിലൂടെ ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് കഴിയണം. ആ ധന്യതയിലേക്കുള്ള വഴി വെട്ടിത്തുറക്കുവാൻ ദിശാബോധമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള വലിയ ഒരു യജ്ഞമാണ് ധർമ്മമീമാംസാ പരിഷത്തിലൂടെ, ശാരദാ ജ്ഞാനോത്സവത്തിലൂടെയെല്ലാം ഗുരുധർമ്മ പ്രചാരണ സഭ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ സന്ദേശം അനർത്ഥമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അങ്ങനെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മാതൃകാപരമായ ജീവിതം നൽകിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ട സർവരും സോദരത്വേന വാഴുന്ന സാമൂഹ്യ സൃഷ്ടി വളർത്തിയെടുക്കുവാൻ, അത് സംസ്ഥാപനം ചെയ്യുവാൻ കഴിയണം. അതിനുള്ള ചരിത്രപരമായ കടമ, ചരിത്രപരമായ ദൗത്യം ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികളായ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് പൂർണ്ണതയിലെത്തിക്കുവാനുള്ള പ്രവർത്തനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശം അനർത്ഥമാക്കുവാൻ കഴിയണം. പ്രത്യേകിച്ച് പള്ളാത്തുരുത്തി സന്ദേശത്തിൻ്റെ ശതാബ്ദിയുടെ നിറവിൽ നാം എത്തി നിൽക്കുമ്പോൾ ആ സന്ദേശത്തിൻ്റെ ആകത്തുക ഒന്നാകാൻ തന്നെയാണ്. മനുഷ്യരെല്ലാവരെയും ഒന്നാക്കിക്കൊണ്ട് നന്നാകുവാനുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ, ആ സന്ദേശം പുറപ്പെടുവിക്കുവാൻ കിട്ടിയ ഒരു സൗഭാഗ്യം, ഒരു പുണ്യസങ്കേതം കൂടിയാണ് ഇതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ സന്ദേശത്തെ കൂടുതൽ അനർത്ഥമാക്കുവാൻ, സ്വായത്തമാക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ ധർമ്മമീമാംസാ പരിഷത്ത് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.